നീയല്ലാതെ മറ്റാരുമില്ല. 2 ദിനവൃത്താന്ത പുസ്തകം 14 അധ്യായം 11 വാക്യമാണ് നാം ചിന്തിക്കുന്നത്. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ദൈവത്തോട് പറയുകയാണ്, നീയല്ലാതെ മറ്റാരുമില്ല. ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ എന്നെ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മെ സഹായിക്കുമെന്ന് പറഞ്ഞവർ സഹായിക്കാതിരിക്കുമ്പോൾ, നാം പ്രതീക്ഷിച്ച പലതും വാതിലുകൾ അടഞ്ഞു പോകുമ്പോൾ ആസ പറയുകയാണ്, ദൈവമേ എന്നെ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. എനിക്കൊരു സെക്കൻഡ് ഓപ്ഷൻ അല്ല ദൈവം, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, നീ മാത്രമേ ഉള്ളൂ. ഈ പ്രഭാതത്തിൽ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും മറ്റാരുമില്ലായിരിക്കാം നിങ്ങളെ ഒന്ന് സഹായിപ്പാൻ, നിങ്ങളെ ഒന്ന് ഉയർത്താൻ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ മറ്റാരും ഉണ്ടായിരിക്കില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുക, എൻ്റെ ദൈവം എന്നെ സഹായിക്കുവാൻ എന്നോട് കൂടെയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ചില ദൈവിക സഹായങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. കുടുംബങ്ങളുടെ അകത്ത്, വ്യക്തികളുടെ അകത്ത്, ബിസിനസ്സിൽ, ശുശ്രൂഷയിൽ, ഭാവിയിൽ അത് വെളിപ്പെട്ടു വരട്ടെ. കർത്താവേ, അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.